ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കെ3. വെൽക്കം ബാക്ക് ടു അവർ ഗാരേജ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ടെക്സ്റ്റ് എഫക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് Adobe Illustrator വെച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ അധികം വലിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ Adobe Illustrator ആണ്. ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണല്ലോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ടെക്സ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഡയലോഗോ ഒരു വേർഡിങ്സോ സെൻറ്റൻസോ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മലയാളത്തിലെ ഫേമസ് ആയ കല്യാണരാമൻ എന്ന സിനിമയിലെ ഒരു കോമഡി സീക്വൻസിൽ വരുന്ന ഒരു ഡയലോഗാണ്. ചേട്ടാ ഇത്തിരി ചോർ എന്ന് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്നസെൻറ്റ് ഇങ്ങനെ ഒരാളായിട്ട് ചൂടായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ബാക്കിലൊരു ലോഗിൽ നിന്ന് ഒരാൾ ചോദിക്കും ചേട്ടാ ഇത്തിരി ചോറാന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് തന്നെ സ്ട്രൈക്ക് ആയിട്ടുള്ള ഡയലോഗാണ്. കാരണം കോമഡിയാണ്. ഇടയ്ക്കോർത്ത് ചിരിക്കാറുണ്ട് ഇതൊക്കെ ഓർത്ത്. കാരണം അവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഡയലോഗ് വരുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയലോഗാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഡയലോഗിനെ പറ്റി അധികം ടൈം കളയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം, ഇത് ടോട്ടൽ 3 വേർഡ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലേ. ചേട്ടാ ഇത്തിരി ചോർ, 3 വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 3 വാക്കുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് 3 കളർ ഇവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 3 കളർ ഞാനിവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു യെല്ലോ, റെഡ്, ബ്ലൂ. ഈ 3 കളർ ഞാനിവിടെ യൂസ് ചെയ്ത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ലാസ്റ്റ് ഫില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളറും ഞാനിവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാനിതൊക്കെ നേരത്തെ എടുത്ത് വെച്ചു, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ എടുക്കാനായിട്ട് അതിൻ്റെ ടൈമും ഒരുപാട് വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു വേർഡിനാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു പോപ്പപ്പ് എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോപ്പപ്പ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും വിളിച്ച് പറയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡലുള്ള വാക്യത്തിന് അല്ലെങ്കിൽ ഒരു ഡയലോഗിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് ഈ പോപ്പപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡയലോഗ് എടുത്തത് ഇങ്ങനെ വിളിച്ച് പറയുകയല്ലേ, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയല്ലേ. ചേട്ടാ ഇത്തിരി ചോർന്ന് ഇങ്ങനെ നീട്ടി വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു പോപ്പപ്പ് എഫക്റ്റ് ഉണ്ട് ഓൾറെഡി ആ ഡയലോഗിന് തന്നെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും പോസ്റ്ററിലോ അല്ലെങ്കിൽ ആഡിലോ വരുന്ന എന്തെങ്കിലും വാക്കുകൾക്ക് നിങ്ങൾക്ക് ഈ എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഓൾറെഡി ഇൻപുട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഇതിനെ 3 വേർഡായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് 3 വേർഡായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ 2 കോപ്പികൾ എടുത്തിട്ട് ഫസ്റ്റത്തെ ലൈനിൽ എനിക്ക് ചേട്ടാ എന്നുള്ള വേർഡ് മാത്രം മതി. രണ്ടാമത്തേൽ എനിക്ക് ഇത്തിരി എന്നുള്ള സാധനം മാത്രം മതി. ബാക്കി രണ്ടും വേണ്ട. ലാസ്റ്റത്തിൽ എനിക്ക് ചോർന്നുള്ള മാത്രം മതി. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട 3 വാക്കുകളായി. ഇനി വേണ്ട ആ പോപ്പപ്പ് എഫക്റ്റ്. ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഇന്നത്തെ ആ ടെക്സ്റ്റ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയുക, പോയിന്റ് വലുതായി വരുമ്പോഴത്തേക്ക് ഒരു സർക്കിൾ ആ ഒരു ഷേപ്പ് തന്നെയല്ലോ, അല്ലെങ്കിൽ ബൾജ് ചെയ്ത് നിൽക്കുമല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരാനായിട്ട് ഇത് ആഡ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു സർക്കിൾ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു സർക്കിൾ വരക്കുകയാണ്. അത്യാവശ്യം വലിപ്പത്തിലൊരു സർക്കിൾ വരച്ചു. അപ്പോൾ എനിക്ക് ഒന്ന് ഫില്ലായിട്ടുള്ള എനിക്ക് വേണ്ട, എനിക്കൊരു ഔട്ട്ലൈൻ മോഡ് മതി. അപ്പോൾ ഞാൻ അതിനെ സ്ട്രോക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ ഈ സർക്കിളിനെ 3 പാർട്ടായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഈ 3 പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നൈഫ് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൂൾ ബോക്സിൽ ഇല്ല എങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറേസർ ടൂളിൻ്റെ അടിയിലായിരിക്കും ഇത് കിടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എറേസർ ടൂളായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നൈഫ് ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഈ സർക്കിളിനെ 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ചേട്ടാ എന്നുള്ള വിളിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കട്ട് ചെയ്യാം. അപ്പോൾ ഒരു പരമാവധി ഒരു കർവ് ഷേപ്പിൽ തന്നെ എടുക്കാൻ നോക്കുക, കട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സെക്കൻഡ് ഇത്തിരി എന്നുള്ള സാധനം സെൻറ്റർ പൊസിഷനിൽ വരണം. അപ്പോൾ അതിനും കട്ട് ചെയ്യാം. കട്ടിങ് ശരിയായില്ല, ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇത് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ 3 എണ്ണം, ഇവിടെ ചേട്ട, ഇവിടെ ഇത്തിരി, ഇവിടെ ചോറ്, അങ്ങനെ 3 ഭാഗങ്ങൾ ആക്കി. ചോറ് എന്നുള്ളതിന് ഞാൻ ഇത്തിരി വിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വേർഡാണല്ലോ ഇത്തിരി ബൂസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ, അതിനാണ് അത് ഇത്തിരി വലുതാക്കി കൊടുത്തത്. ദെൻ നമുക്കതിനെ സെലക്ഷൻ ടൂളിലേക്ക് മാറ്റി, നൈഫ് ടൂളൊക്കെ മാറ്റി സെലക്ഷൻ ടൂളിലേക്ക് മാറ്റി. നിങ്ങൾക്ക് കാണാം ഇത് 3 എണ്ണം ആയിട്ടുണ്ട് അല്ലേ. 3 ഷേപ്പുകളായിട്ട് അത് കൺവേർട്ട് ഉണ്ട് ആ സർക്കിൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ വേർഡ്സും, ചേട്ട എന്നുള്ള സാധനവും ഇത്തിരി എന്നുള്ളതും ചോറെന്നുള്ള ഈ 3 വേർഡ്സ് എനിക്ക് ഈ ഷേപ്പുകളിലേക്കാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഇതിൽ ചെയ്യുന്നില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തരണമെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ആർട്ട് ബോർഡിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓക്കെ ഓക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷേപ്പ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചേട്ട എന്നുള്ള സാധനം ഈ ഫസ്റ്റ് വരുന്ന ഈ ഷേപ്പിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് നിങ്ങൾ ഈ ഷേപ്പും ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടോപ്പം സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് എടുത്തു പറഞ്ഞത്. ദെൻ Ctrl+Alt+C അടിക്കുക. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് എന്താണോ അത് നമ്മുടെ ആ ഷേപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തു. Ctrl+Alt+C. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഷേപ്പിലേക്ക് രണ്ടാമത്തെ വേർഡായി ഇത്തിരി എന്നുള്ള വേർഡ് നമ്മൾ Ctrl+C തന്നെ അടിച്ച് പിന്നെയും ഫില്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തേലേക്ക് നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ Ctrl+Alt+C. ഓക്കെ ഇത് മൂന്നും അതിൻ്റെ അകത്ത് ഫില്ലായല്ലേ. ഇപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഷേപ്പിലേക്ക് ഇത് ഫില്ലായിട്ടുണ്ട്. ചേട്ടാ ഇത്തിരി ചോർ എന്നുള്ള സാധനം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്തു. ഇനി വേണ്ടത് നമുക്കിതിന് ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഷേപ്പിൻ്റെ അകത്ത് ഫില്ലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, കണ്ടോ? വേറൊന്നുമില്ല, നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റിനെ മാത്രം നമുക്ക് ഷേപ്പായിട്ട് വേണം, ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ആർട്ട് ബോർഡിനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ ദെൻ നമുക്ക് ഇതിന് ഓരോന്നിനെയും എടുത്തിട്ട് മൂന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഒബ്ജക്റ്റിൽ പോയി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ ഫില്ല് ഇത് കൊടുത്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഔട്ട്ലൈൻ മോഡിൽ പോയി കാണാം. ഇതിപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഷേപ്പിലേക്ക് മാറി. നിങ്ങൾക്ക് ഈ ടോപ്പിലേതിൽ കാണാം. ഇവിടെ അതില്ല, ഈ ഷേപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ സർക്കിളിൽ എന്താണോ കട്ട് ചെയ്തത് ആ ഷേപ്പ് മാത്രമേ ഫസ്റ്റത്തേലുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ഉണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല, കാരണം അതിൻ്റെ ഷേപ്പ് നമ്മൾ ആ കട്ട് ചെയ്ത രീതിക്കാണ് കിടക്കുന്നത്. രണ്ടാമത്തേലാണ് നമ്മൾ അതിനെ ഒബ്ജക്റ്റിൽ പോയി ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കറിയാം ടെക്സ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് ആ ടെക്സ്റ്റിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇതിൽ വേണം, നമുക്കിനി ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് കളറൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടെക്സ്റ്റിന് നമ്മുടെ യെല്ലോ, സെക്കൻഡ് ടെക്സ്റ്റിന് ഈ റെഡ്, തേർഡ് ടെക്സ്റ്റിന് ബ്ലൂ, ഇത് മൂന്നും കൊടുത്തു. ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇത് ഓരോന്നും ഓരോ ലെയറാണല്ലേ. ഞാൻ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ഒന്നില്ലെങ്കിൽ Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പോയും ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ അതിനെ ഗ്രൂപ്പാക്കി. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കോപ്പി ചെയ്യാണ്. Ctrl+C Ctrl+F. അപ്പോൾ ഞാൻ Ctrl+F അടിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്തത് അവിടെ തന്നെ അത് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. സെയിം അതിൻ്റെ ഉണ്ടായിരുന്ന ലെയറിൻ്റെ ഫ്രണ്ടിലാണത് പ്ലേസ് ആയത്, വേറെ അങ്ങോട്ടും പൊസിഷൻ മാറിപ്പോയിട്ടില്ല. അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+F ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം പേസ്റ്റ് ഇൻ ഫ്രണ്ട് എന്നും പറഞ്ഞ് കാണാം, അത് കൊടുത്താലും മതി. ദെൻ ഈ പുതിയതായിട്ട് പേസ്റ്റ് ചെയ്ത ലെയറിന് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതിലെല്ലാ ടെക്സ്റ്റിനും ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിനെ റീസ്കെയിൽ ചെയ്ത് വളരെ ചെറുതാക്കുന്നു. ഇത്ര നല്ല ഇനിയും ചെറുതാക്കും ഞാൻ. ഓക്കെ അതിനെ ചെറുതാക്കി, ഞാൻ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല, അതിനെ ചെറുതാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് ഈ കളർഫുൾ ഗ്രൂപ്പും ഒന്ന് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഗ്രൂപ്പും. ഞാൻ എന്നിട്ട് ഈ ബ്ലാക്കിനെ ഞാനിപ്പോൾ കിടക്കുന്ന ഈ ലെയറിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അതിന് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് കൊടുത്തു. ഓക്കെ ദെൻ ഞാനിത് ഈ രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്തു. ഇനിയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു ടൂള് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു എഫക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ബ്ലെൻഡിങ്. ഇല്ലുസ്ട്രേറ്ററിൽ നിങ്ങൾ എത്ര ആൾക്കാർ ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പോപ്പപ്പ് എഫക്റ്റ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഒന്നെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+Alt+B ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതർവൈസ് നിങ്ങൾക്ക് ഒബ്ജക്റ്റിൽ പോവുക, ഇവിടെ ബ്ലെൻഡ് എന്നും പറഞ്ഞ് കാണാം, അതിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ് കൊടുക്കുക. ഓക്കെ മേക്ക് കൊടുത്താൽ മതി. ഞാൻ പറയുന്ന ഷോർട്ട് കട്ട് തന്നെ Alt Ctrl+B കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പുതിയതായിട്ടൊരു ലെയർ കൂടെ ക്രിയേറ്റ് ആയി അല്ലേ. നമ്മുടെ ഈ 3 വേർഡ്സുള്ള ഒരു ലെയർ കൂടെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ക്രിയേറ്റ് ആയി. പക്ഷേ അതിന് വേറെ കളർ വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഏറ്റവും ബാക്കിലുള്ള ബ്ലാക്ക് ലെയറും ഏറ്റവും ടോപ്പിലുള്ള കളർഫുൾ ലെയറും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുകയാണ്, നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇടയ്ക്ക് വന്ന്
ലെയറിന് ആ ബ്ലാക്കിൻ്റെ ഷെയ്ഡും ഫ്രണ്ടിലുള്ള കളറിൻ്റെ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ടോൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരെണ്ണോ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പേഴ്സ് കൂട്ടി കൊടുക്കണം. അതിന് നിങ്ങളിവിടെ ടൂൾ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലെൻഡ് ടൂൾ നിങ്ങൾക്ക് കാണാം. ഒരു സ്ക്വയർ, ഓവൽ, സർക്കിൾ ഇങ്ങനെ കാണുന്നൊരു ഐക്കണാണ് ബ്ലെൻഡ് ടൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൂള് കാണുമ്പോൾ തന്നെ അറിയാം സ്ക്വയറിൽ നിന്ന് സർക്കിൾ എന്ന ഷേപ്പിലേക്ക് മാറി വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലെൻഡ് ടൂൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലെൻഡ് ടൂൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോക്സ് ഓപ്പണായി വരും, ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സ്മൂത്ത് കളർ ഉണ്ട്. ഇതിനകത്ത് ഞാൻ സ്പെസിഫൈഡ് സ്റ്റെപ്സ് എടുക്കുകയാണ്. ഇതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്നേ ഉള്ളൂ. നമുക്ക് ഈ നമ്മുടെ ടെക്സ്റ്റിൽ കാണാം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നേ വന്നിട്ടുള്ളൂ അല്ലേ. നമ്മളിവിടെ രണ്ടാക്കിയാലോ, രണ്ടാക്കിയപ്പോൾ എന്തായി, രണ്ടെണ്ണം വന്നല്ലേ, 1 2 രണ്ടെണ്ണം വന്നു. അപ്പോൾ നമ്മൾ ഈ നമ്പർ കൂട്ടുന്നതനുസരിച്ച് ഇവിടുത്തെ എണ്ണവും സ്റ്റെപ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിങ്ങനെ കൂട്ടി ഒരു 3D എഫക്റ്റ് ആകുന്ന രീതിക്കുള്ള ഇടക്കത്തെ വൈറ്റൊക്കെ പോകുന്ന രീതിക്ക് നമ്മൾ കൂട്ടുകയാണ്. നമ്മളൊരു ഇങ്ങനെ കൂട്ടുമ്പോൾ ഏകദേശം വരുന്നുണ്ട്. ഞാനപ്പോൾ ഒരു 200 അങ്ങ് കൊടുത്തു. 200 കൊടുത്തു, ഒന്നും നോക്കിയില്ല, 200 കൊടുത്തു. ഞാൻ ഓക്കെ അടിച്ചു. ഏകദേശം എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു പോപ്പപ്പ് എഫക്റ്റ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് ആകെ എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ റീഡബിലിറ്റി ഇത്തിരി കുറവാണ്. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിക്കല്ല ഇത് കിടക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടും ഇതും കൂടെ ആകുമ്പോഴത്തേക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, നമുക്കിനി ഒന്ന് വായിക്കാൻ പറ്റുന്ന രീതിക്ക് ഇതിനൊന്നുകൂടെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആർട്ട്ബോർഡിൻ്റെ കോപ്പി എടുക്കാം. ഓക്കെ, ആർട്ട്ബോർഡിൻ്റെ കോപ്പി എടുത്തു. ദെൻ നമുക്ക് ചെയ്യേണ്ട ആദ്യം ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. നമുക്കിപ്പോൾ കാണാം ഔട്ട്ലൈൻ മോഡിൽ പോയി കാണാം, ഇവിടെ ആകെ 2 ലെയർ മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. ഒന്ന് ആദ്യത്തേതും രണ്ടാമത്തേതും അല്ലേ. വേറെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ ബ്ലെൻഡായിട്ട് നിൽക്കുകയാണ്, അതവിടെ കാണിക്കില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയാലും ഈ 2 എണ്ണത്തിലും മാത്രമേ ബാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇതാദ്യം എക്സ്പാൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒബ്ജക്റ്റിൽ പോയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഒരുപാട് ലെയേഴ്സ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അല്ലേ. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ലെയേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ആ 200 സ്റ്റെപ്പും 200 ലെയറായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഔട്ട്ലൈൻ മോഡിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കണ്ടോ, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് എടുക്കണം ഇവനെ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്കിപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, നമുക്ക് ആദ്യം ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാം. അതിന് ശേഷം ഈ ടോപ്പിലുള്ളതിന് ഞാൻ വൈറ്റ് കളറും കൊടുക്കുക. വൈറ്റ് കൊടുത്തു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കാം. വൈറ്റ് കളർ ആക്കിയിട്ടുള്ളതിൻ്റെ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കി എല്ലാ കളേഴ്സും റിമൂവ് ചെയ്തിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ആ ഒരു ഗ്രേഡിയൻറ്റ് മാത്രം ഇവിടെ ഇട്ടു. ഞാൻ ഇവനെ സെലക്ട് ചെയ്തു, ഒന്നുകൂടെ ഗ്രൂപ്പാക്കി ഞാൻ അവനെ സെൻട്രൽ അലൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ കൊടുക്കാം. അതിന് ഞാൻ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കളറ് ഏറ്റവും ബാക്കിലാക്കി കൊടുത്തു അതിന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ. എന്നാലും ഈ മഞ്ഞയും വെള്ളയും കൂടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ പിന്നെയും വരുന്നുണ്ട്. ഇത്തിലൂടെ റീഡബിലിറ്റി വന്നാലോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാനിതിന് നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ വൈറ്റ് ആക്കിയ ലെയറിന് ഒരു ഷാഡോ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്നുകൂടെ അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്തു. ദെൻ ഞാൻ ആദ്യത്തെ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് വൈറ്റ് മാത്രമാണ്. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. ഓക്കെ, പ്രിവ്യൂ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയൊരു ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. ഞാൻ ഓക്കെ, എനിക്കത് മതി. ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വായിക്കാം, സെറ്റായിട്ടുണ്ട്. ദെൻ ഞാനിതിനെ ഒന്നുകൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. എല്ലാം ആയല്ലോ. ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്യണം, അതിൻ്റെ സെലക്ഷൻ കളയാം. ദെൻ ഗ്രൂപ്പ് ചെയ്തു. പിന്നെ ഗ്രൂപ്പ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഒരു പൊടിക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഒരു
എന്തോ പറയുക അതിന്, ആ പോപ്പപ്പ് ആ ഒരു ഫീൽ, ആ ഒരു ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് വരുന്ന എഫക്റ്റ് കിട്ടാനാണ് ഞാൻ ഒന്ന് ചരിച്ചു കൊടുത്തത്. ആ ഒരു ചരിവ് കൂടെ അതിന് ഇത്തിരിയുടെ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതും കൊടുത്തു. ഇനി നമുക്കിതിന് താഴത്ത് ചെറിയൊരു ഷാഡോ ഇട്ട് കൊടുക്കാം. കാരണം ഇതൊരു ബലൂൺ ഫീലിലാണല്ലോ നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇതിന് താഴത്തൊരു ഷാഡോ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു എലിപ്സ് വരയ്ക്കുകയാണ്. അതിന് നമുക്കൊരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാം. ഇനി അതിന് നമുക്ക് ബ്ലർ ചെയ്യാം. ബ്ലറിൽ പോയി റിവ്യൂ എടുത്തു, ഓക്കെ അടിച്ചു, സെൻറ്ററിലിട്ടു. ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് അതിൻ്റെ ഒരു ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് അതിനൊന്ന് സ്കെയിൽ ചെയ്യാണ്. ഓക്കെ, അത് മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എഫക്റ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടേക്കാം. കാരണം മൗസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സെലക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അലൈൻ ചെയ്യാം. സെൻറ്റർ അലൈൻ ചെയ്യാം. സെൻറ്റർ അലൈൻ ചെയ്തു. ഇതിന് രണ്ടിനെയും ഗ്രൂപ്പ് ആക്കാം. ഇതിനെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്യാം. അതിനൊന്ന് സെൻറ്റർ അലൈൻ ചെയ്ത് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണോ അത് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ ആഡ് ചെയ്ത് വെച്ചു. നമുക്ക് വേണ്ട കളേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്തൊക്കെ ആഡ് ചെയ്ത് വെച്ചു. ദെൻ 3 വേർഡ്സ് സർക്കിളിലേക്കാണ്. ആ സർക്കിൾ ആ ഒരു പോപ്പപ്പ് എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു സർക്കിൾ വരച്ചു. ദെൻ അതിനെ 3ആയിട്ട് കട്ട് ചെയ്തു. നൈഫ് ടൂൾ വെച്ച് നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്തു. ആ 3 പൊസിഷൻ 3 ഷേപ്പിലേക്ക് നമ്മൾ അതിന് ശേഷം നമ്മൾ ആ വേർഡ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു, ഫില്ല് ചെയ്ത് കൊടുത്തു. ആ ഒരു സ്റ്റെപ്പിന് ശേഷം പിന്നെ നമ്മൾ അതിനെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു, കളർ കൊടുത്തു. ദെൻ അതിന് ബ്ലെൻഡ് ടൂൾ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 3D എഫക്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. ആ പോപ്പപ്പ് 3D എഫക്റ്റിലേക്ക് കൊണ്ടുവന്നത്. ദെൻ നമ്മളതിനെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി അതിൻ്റെ ടോപ്പ് ലെയറിൽ വൈറ്റ് കൊടുത്തു. ദെൻ അതിനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുത്തു, ചേരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ അതിനെ ഈ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഓഫർ പോസ്റ്റേഴ്സിലും അങ്ങനെയുള്ള പോസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഉച്ചത്തിൽ ഇങ്ങനെ വമ്പിച്ച ഓഫർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എഫക്റ്റ്, ഈ ഒരു പോപ്പപ്പ് എഫക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു മെസ്സേജിന് ഇത്രകൂടെ അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, ആ ഒരു ഡിസൈൻ, ആ ഒരു എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിസൈനിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ബ്ലെൻഡ് ടൂൾ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റാണിത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കൂടുതലുള്ളപ്പോൾ നല്ല നല്ല ഡിസൈൻസും നല്ല നല്ല ക്രിയേറ്റീവ്സും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.